ഹായ് ഫ്രണ്ട്സ്. ഇപ്പൊ എല്ലായിടത്തും ജിയോയുടെ ഒരു കാലാണ്. എവിടെ നോക്കിയാൽ ജിയോ, എവിടെ നോക്കിയാൽ ജിയോ. ഈ നമ്മളെല്ലാവരും മലയാളികളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അതിന്റെ പുറകെ അങ്ങോട്ട് പോകും. ഫ്രീ കോള്, ഫ്രീ നെറ്റ്, ഫ്രീ SMS എന്നൊക്കെ കേട്ടാ ആരായാലും ഇപ്പൊ അതിന്റെ പുറകെ അങ്ങ് പോകും. ഇവര് ഒന്നും കാണാതെ ഇവർ ഈ പണിക്ക് നിൽക്കത്തില്ല എന്ന് നമ്മളെല്ലാവർക്കും അറിയാം. അംബാനി ഒന്നുമില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻമാരിൽ ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരി പഠിച്ചിട്ടല്ലേ എന്ത് ചെയ്യും. ഈ ജിയോയുടെ പുറകിലുള്ള കളി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സിം എല്ലാ നെറ്റ്വർക്കുകളും അവരവരുടെ സിം എടുക്കുമ്പോൾ പ്രൂഫും ഫോട്ടോയും മാത്രമേ ചോദിക്കാറുള്ളൂ. പക്ഷെ ജിയോ നമ്മുടെ IMEI നമ്പർ ചോദിക്കുന്നുണ്ട്. ഈ IMEI നമ്പർ അവർക്ക് കിട്ടുവാണെങ്കിൽ അവരത് ആ IMEI നമ്പർ വെച്ചാണ് അവർ നമ്മുടെ സിം രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഡ്യുവൽ സിം ആണെങ്കിൽ 2 IMEI നമ്പർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു IMEI നമ്പറിൽ ആ സിം ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്ലോട്ടിൽ നമുക്ക് വേറെ ഒരു സിം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു സിം ഇടുന്ന ഫോണാണെങ്കിൽ പണി വാളും. വേറെ ഒരു സിം നിങ്ങൾക്ക് ആ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ പലർക്കും ഇത് അറിയത്തില്ല. കാരണം നമ്മൾ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവർ പറയുന്നുണ്ട് ഈ കാര്യം. അപ്പോ നമ്മൾ അങ്ങനെ ഈ ജിയോ സിം വാങ്ങി നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ലോട്ടിൽ നമുക്ക് വേറെ ഒരു സിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ജിയോ സിം മാത്രമേ പറ്റത്തുള്ളൂ. അവിടെയാണ് അവരുടെ കളി. ഇപ്പൊ അവർ 3 മാസം ഫ്രീ ആയിട്ട് ഓഫറൊക്കെ തരും. നമ്മളൊക്കെ അത് നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. 3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കളി തുടങ്ങും. അവർ ഈ പറയുന്ന ഓഫറിനൊക്കെ പൈസ വെക്കും. ആദ്യം കുറച്ച് പൈസ വെച്ച് പിന്നെ അത് കൂട്ടും. അപ്പൊ നമുക്ക് സിം ചാടാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ അഗ്രി ചെയ്തിട്ടാണ് നമ്മൾ സിം എടുക്കുന്നത്. അപ്പോ നമുക്ക് ഒരു രക്ഷയില്ല. എല്ലാവരും പെട്ടു. ഇനിയിപ്പോ ജിയോ സിം എടുക്കാൻ നിൽക്കുന്നവര് 3 മാസത്തെ സുഖത്തിനും വേണ്ടി നിങ്ങളുടെ ഒരു കയ്യിലുള്ള നഷ്ടമാണ് വരുത്തുന്നത് നിങ്ങൾ. കാരണം ഒരു ജിയോ സിം 3 മാസത്തെ നെറ്റ് ഓഫർ തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ അത് കൊണ്ടുപോകും. നിങ്ങളുടെ ഫോൺ പിന്നെ വേറെ ഒന്നിനും പറ്റത്തില്ല. ആ ഒരു ജിയോ സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ടേംസ് ആൻഡ് കണ്ടീഷന് ഇത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ ജിയോ സിം ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് മൊത്തം വരും. എല്ലാവരും ഷെയർ ചെയ്യാം. നമ്മൾ മാക്സിമം ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും.